കൊല്ലായിട്ട് ഭരിക്കണതാരാണ്? CPM അല്ല. ഇപ്പൊ നമ്മളെ ഈ റോഡുകൾ ഇവിടൊക്കെ പൊട്ടിപ്പൊളിച്ചല്ല. 4.5 കൊല്ലം എന്തിന്റെ പേരാണ് പൊളിച്ചത്? കുടിവെള്ളത്തിന്റെ പേര്. ഈ പഞ്ചായത്തിൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ആ പേര് പറഞ്ഞിട്ടാണ് അവർ പൊളിച്ചത്. എന്നാലും പല ആൾക്കാർക്കും അതിന്റെ പേരിൽ ബില്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. ബില്ല് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇങ്ങനെയൊക്കെ ആളുകൾ ബുദ്ധിമുട്ടിച്ച പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇപ്പൊ മൊത്തത്തിലുള്ള ഒരു പൊതുവികാരം എല്ലാവരും ആവശ്യം ഈ പഞ്ചായത്ത് ഇവിടെ മാറിയാലേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പൊ താനാളൂരിലുള്ള മൊത്തത്തിലുള്ള ഒരു ഇത്. ഈ വിഷയങ്ങൾ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അയൽവാസിയിൽ നിങ്ങളെ ബന്ധമുള്ള ആളുകളോടൊക്കെ പറയണം. കാരണം അത്രത്തോളം ജനങ്ങൾ മടുത്തിട്ടാണ്. ഓക്കെ, അത് അറിയാം. പക്ഷെ നമ്മളെന്താ ഇവര് പല പോലെ ഇപ്പൊ നമ്മളെ പല വീടുകളും വന്നിട്ട് അവർ പറഞ്ഞു ഒരു വോട്ട് പിന്നെ ഞങ്ങൾക്ക് ചെയ്താൽ ബാക്കി 2 വോട്ട് അവർ കൊടുത്താൽ ഈ തന്ത്രമാണ് അവർ കലാകാല പാറ്റുള്ള സംഭവമാണ്. അപ്പൊ ആ വിഷയം അത് നമ്മുടെ ഇടയിൽ ഒരു ഇതുണ്ടാക്കാൻ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും കൺഫ്യൂഷൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഇപ്പൊ കേരള ആരാ ഭരിക്കുന്നത്? പിണറായി വിജയൻ. എത്ര കൊല്ലമായി ഭരിക്കുന്നത്? 9 കൊല്ലം. എന്താ അവസ്ഥ? BJPയുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് നമ്മളെ നാടിന്റെ മതേതരത്തൊക്കെ തകർത്തിട്ടാണ് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം കുട്ടികൾ അവരെ മനസ്സിലേക്ക് BJPയുടെ RSSന്റെ ആശയം തിരികെ കയറ്റണം. PM ശ്രീ പദ്ധതി ഇവിടെയുള്ള വിദ്യാഭ്യാസ മന്ത്രിയും അതേപോലെ തന്നെ പിണറായി ഒക്കെ കൂടെ ഈ BJPന്റെ ടൈപ്പായതുകൊണ്ടാണ് ആ ഒരു സാധനം ഇവിടെ കൊടുത്തത്. ഈ കേരളത്തിന് മതേതരത്തെ കേരളത്തിന്റെ സ്വഭാവത്തൊക്കെ ഒറ്റിക്കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ പാരമ്പര്യത്തെ മൊത്തം തകർക്കണ പോലത്തിലേക്കാണ് ആ ഒരു സംഭവം വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ SIR ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള BJP ഇതര സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ കർണാടകയിലായാലും അതുപോലെ തന്നെ തമിഴ്നാട് ഇവിടെയൊക്കെ അതേമാതിരി മമതാ ബാനർജി ബംഗാളിൽ ഇവരൊക്കെ അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയാണ്. നിയമപോരാട്ടം നടത്തുന്നത്, തെരുവിൽ സമരം നടത്തുന്നത് സർക്കാരാണ് നടത്തുന്നത്. എന്നാൽ ഇതുവരെ പിണറായി വിജയൻ ഇതിനെതിരെ ഒരു അക്ഷരം കൊണ്ടിട്ടില്ല. ഈ PM ശ്രീ എന്താണ്? അതൊരു നിഗൂഢത ഉണ്ട് അതിൽ. കാരണം അത് ഒരു പൗരത്വം ഒളിച്ചു കടത്തുന്ന ഒരു സംഗതിയാണ്. പക്ഷെ നമ്മൾ മുസ്ലിം ലീഗും കോൺഗ്രസ് അടക്കുന്ന UDF വളരെ ശക്തമായി തന്നെ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോവുകയാണ്. പൗരത്വ ഭേദഗതി ബില്ലെതിരെ നമ്മൾ അന്ന് സുപ്രീം കോടതി പോയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ സ്റ്റേ ചെയ്ത് അത് നിർത്തലാക്കിയത്. ഇപ്പൊ അത് ഒളിച്ചു കടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു പേരിട്ടുകൊണ്ട് ഈ ഒരു SIR വന്നിട്ടുള്ളത്. ഈ സർക്കാർ ഇതുവരെയായിട്ട് അതിനെതിരെ ഈ പിണറായി മുഖ്യമന്ത്രി ആയാലും ഒരു അക്ഷരം മുണ്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഈ വിഷയത്തിലൊക്കെ ശക്തമായി നിൽക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം BJPയുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ നാടിനെ തകർക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങളൊക്കെ കവർന്നെടുക്കാൻ വരെ മുന്നിട്ടിരിക്കുകയാണ്. CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ കൊടുത്തിരുന്ന സ്കോളർഷിപ്പ് എത്രയോ വർഷങ്ങളായി കൊടുത്തിരുന്നതാണ്. ഇപ്പൊ 8 വർഷമായി പിണറായി വന്നതിന് ശേഷം ആ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല. ഇങ്ങനെ നമ്മുടെ എല്ലാ സംഗതികളും നിർത്തലാക്കിക്കൊണ്ട് വലിയ എന്താ പറയാ ന്യൂനപക്ഷ വിരുദ്ധതയും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് 2 സർക്കാരുകൾ ഒരുമിച്ച് ചെയ്യേണ്ടത്. അവർക്കെതിരെയുള്ള ഒരു വിധേയത്തായിരിക്കണം ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. നമ്മൾ ഏതെങ്കിലും വ്യക്തികൾക്കല്ല കൊടുക്കുന്നത്. അവരെ പാർട്ടി പിണറായി വിജയൻ അടങ്ങുന്ന അതേമാതിരി തന്നെ ഇവിടുത്തെ ഈ താനാളൂർ ഭരിക്കുന്ന ഈ ടീമിന്റെ അവരുടെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അപ്പുറത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന വോട്ട് ഈ ഭരണത്തിന് ഈ നെറികെട്ട ഭരണം. അപ്പൊ നമുക്കറിയാം ഫീസ് പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലയിലും വലിയ വർധന നികുതി കൊള്ളയാണ് നടത്തുന്നത്. ജനങ്ങളെ കയ്യിൽ ക്യാഷില്ല. ജനങ്ങൾ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുകയാണ്. ഒരു ദിവസം തന്നെ താങ്ങാനാവുന്നതിൽ അപ്പുറത്തേക്ക് ചെലവുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. വിലക്കയറ്റം, ഓരോ സാധനങ്ങളും വിലക്കയറ്റം. അത് നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ഇപ്പോൾ ഒരു വീടിന് പെർമിറ്റ് ഫീസ് മുമ്പ് UDF ഉണ്ടായിരുന്ന സമയത്ത് ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് ഉണ്ടാക്കണമെങ്കിൽ വെറും 1000 രൂപയ്ക്ക് താഴെ ഉണ്ടായിരുന്നതാണ്. ഇന്ന് അത് 12,000 15,000 ഒക്കെ ആയി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ മേഖലയിലും വലിയ വർധനമാണ് നടത്തുന്നത്. ഭൂമിയുടെ രജിസ്ട്രേഷൻ ഫീസ് ഇങ്ങനെയുള്ള ആ മേഖലയിലും വിധി വർദ്ധിപ്പിച്ച് വിലക്കയറ്റവും അതുപോലെ മറ്റുള്ള എല്ലാ മേഖലയിലും ജനങ്ങളെ കൊല്ലുകയാണ്. ഇപ്പൊ നമുക്കറിയാം ഉമ്മൻചാണ്ടി ഇവിടുന്ന് പോണ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് വെറും 56 ബാറുകളായിരുന്നു. അതായത് വെറും 56 ഉള്ളിടത്തുനിന്നാണ് 854 വരുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ലഹരി വ്യാപനം. ഉമ്മമാരൊക്കെ വലിയ പ്രയാസത്തിലാണ്. കാരണം അതിനെ നിയന്ത്രിക്കാൻ സർക്കാർ മുന്നിട്ട് വരുന്നില്ല. സർക്കാർ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണ അതായത് അതിനൊക്കെ ഇതാക്കുന്ന ഒരു കോളേജിലേക്കാണ് പോകുന്നത്. നമ്മളിത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ഇനിയും തുടർന്ന് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള അതായത് നമ്മൾ വരാനിരിക്കുന്ന നിയമസഭയിലേക്കുള്ള ഒരു സെമി ഫൈനലാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. 25 കൊല്ലമായി ഭരിക്കുന്നത്. ഒരു കാര്യം ഇവിടെ ഇല്ല. ഇവിടെ അഴിമതിയാണ് മൊത്തം. അവരെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അഴിമതി മാത്രമേ ഉള്ളൂ. ഒന്നിലും യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ഇവിടെ കിട്ടിയിട്ടില്ല. നമ്മളെ പഠിച്ചിരുന്ന സമയത്ത് കാരുണ്യഭവന പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് അത് നിർത്തലാക്കി. ലൈഫ് ഭവന പദ്ധതി എന്ന് പേരിട്ടുകൊണ്ട് എത്ര ആളുകൾ 100 കണക്കിന് ഫയലുകളാണ് പഞ്ചായത്ത് ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത്. ഒരാൾക്ക് പോലും വീട് മര്യാദക്ക് നിർമ്മിച്ചു കൊടുക്കാൻ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള സംഗതികളാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവണം. അതാണ്